അഫ്ഗാനിസ്ഥാനെ തൊട്ടാൽ പാകിസ്ഥാൻ ഇനി തവിടുപൊടിയാകും. 2026 സ്വന്തമായി വ്യോമസേന രൂപീകരിക്കാൻ താലിബാൻ സർക്കാർ ലക്ഷ്യമിടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാന് വൻ ഭീഷണിയാകുന്ന വ്യോമസേന രൂപീകരിച്ചുകൊണ്ട് പാക് താലിബാൻ, അതായത് 2026 കൂടി തന്നെ സ്വന്തമായി വ്യോമസേന രൂപീകരിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതാകട്ടെ ലോക രാജ്യങ്ങളെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സൈനിക ഭരണ സംവിധാനങ്ങളിൽ വൻ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാക് സർക്കാരിനെതിരെ സായുധ പോരാട്ടം നയിക്കുന്ന ഭീകര സംഘടനയായ ടെഹ്രികെ താലിബാൻ പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണിയായ TTP ആണ് സ്വന്തമായി തന്നെ വ്യോമസേന രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്, അത്തരം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇടം വലം തിരിയാൻ ഇനി പാകിസ്ഥാൻ ആകില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇനി വീർപ്പ് മുട്ടും എന്നതാണ് ഇവിടെ മറ്റൊരു വസ്തുതയായി തെളിയുന്നത്. അതേപോലെ തന്നെ ഒന്ന് അനങ്ങിയാൽ പോലും ഇന്ത്യയുടെ പക്കൽ നിന്നും മാരക തിരിച്ചടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം പാകിസ്ഥാന്റെ ഈ ഒരു അവസരത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി തന്നെ ഇന്ത്യ തങ്ങളുടെ ആയുധപുരയുടെ കരുത്ത് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആയതിനാൽ തന്നെ ഇപ്പോൾ താലിബാനും അവരുടെ ശക്തി തെളിയിക്കാൻ അവസരം വിനിയോഗിക്കുന്നതായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല TTP വലിയ രീതിയിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇത് മറ്റ് ലോകരാജ്യങ്ങളെ കൂടെയാണ് ഞെട്ടിക്കുന്നത്. സംഘടനയിലെ രണ്ടാമനും പ്രമുഖ നേതാവുമായ സലീം ഖാനെയായിരിക്കും വ്യോമസേനയുടെ ചുമതല വഹിക്കുന്നത്. TTP തലവനായ മുഫ്തി നൂർ ബാലി ആകട്ടെ അദ്ദേഹം കഴിഞ്ഞാൽ സംഘടനയിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് സലീം ഖാനി. വ്യോമസേന രൂപീകരിക്കുന്നതിലൂടെ തന്നെ പാക് സൈന്യത്തിനെതിരായ ആക്രമണങ്ങൾ കൂടുതൽ മാരകമാകും എന്നതാണ് സംഘടന ലക്ഷ്യമിടുന്നത്. ഭരണപരമായ തന്നെ നിയന്ത്രണങ്ങൾക്കായി തന്നെ രാജ്യത്തെ പടിഞ്ഞാറൻ മേഖല, മധ്യമേഖല എന്നിങ്ങനെ 2 മേൽനോട്ട മേഖലകളിലായി തന്നെ ഇത് വിഭജിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പടിഞ്ഞാറൻ മേഖലയുടെ കീഴിലാകും. ഇതിനു പുറമെ തന്നെ സംഘടനയുടെ രാഷ്ട്രീയ കമ്മീഷൻ തലവനായി തന്നെ അസ്മത്തുള്ള എന്ന വ്യക്തിയെ നിയമിക്കുകയും ചെയ്തു. സദേൺ മിലിറ്ററി സോൺ തലവനായി തന്നെ ഇസാനുള്ള എന്ന മറ്റൊരു വ്യക്തിയെയും, സെൻട്രൽ മിലിറ്ററി സോണിന്റെ ഡെപ്യൂട്ടി ഹെഡ് ആയി തന്നെ ഹിലാൽ ഗാസി എന്ന വ്യക്തിയെയും ചുമതലയിൽ എടുത്തിട്ടുണ്ട്. ഭാരതത്തിന്റെ അവിഭാജ്യ ഭാഗമായ കാശ്മീരിനെയും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനെയും ഒക്കെ തന്നെ തങ്ങളുടെ നിഴൽ പ്രവിശ്യകളുടെ, അതായത് ഈ ഒരു പാർട്ടിയിൽ TTP ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലുടനീളം തന്നെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ നീക്കങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അഫ്ഗാൻ അതിർത്തിയോട് ചേർന്ന ഖൈബർ പത്വേക്ക പ്രവിശ്യയിൽ നിലവിൽ പാക് സർക്കാരിന് നിയന്ത്രണം കുറവാണ്. ഇവിടെ പലയിടങ്ങളിലും സമാന്തരമായി തന്നെ സർക്കാരിനെ പോലെയാണ് TTP പ്രവർത്തിക്കുന്നത്. TTPയെ വലിയ രീതിയിൽ ഒരു ഫിത്ന അൽ ഖാരിജ് എന്ന പാക് സർക്കാർ വിശേഷിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം TTPക്ക് താവളം ഒരുക്കുകയും സൗകര്യങ്ങൾ ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് പാകിസ്ഥാൻ പ്രധാനമായും തന്നെ ഇവിടെ ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ താലിബാൻ സർക്കാർ ഈ ആരോപണങ്ങൾ സ്ഥിരമായി തന്നെ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. TTPയുടെ പുതിയ നീക്കങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ തലവേദനയായി തന്നെ മാറുമെന്നത് ഉറപ്പാവുകയാണ് ചെയ്തിരിക്കുന്നതെന്നും വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.